ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹർഷയുടെ ഉള്ളിൽ പേടി വരികയാണ് കേട്ടോ. ഇന്ദ്രൻ ഇനി അനുപമയെ വിളിച്ചു കൊണ്ടുവരുമോ എന്ന പേടി ഹർഷയുടെ ഉള്ളിൽ വന്നിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ സുശീല പറയണേ, ഞാൻ പറയുന്നതൊന്നും അവൻ കേൾക്കുന്നില്ല, ഈ മനയിലോട്ട് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അതും അവൻ കേൾക്കുന്നില്ല, അവൻ തനിയെ കൊണ്ടുവരുന്നത് പോലെയാണ് അവൻ കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഹർഷ പറയണേ, ഒരിക്കലും ആൻറ്റി അതിനെ അനുവദിക്കരുത്, ആൻറ്റിയുടെ സമ്മതത്തോടു കൂടിയായിരിക്കണം ഈ പറയുന്ന അനുപമ അവിടെയോട്ട് കയറി വരേണ്ടത്, അല്ലാതെ ആൻറ്റിയുടെ സമ്മതമില്ലാതെ ആൻറ്റി പോവാതെ കൊണ്ടുവരരുത്. കാരണം ഇന്ദ്രൻ്റെ ഒരു ചരട് ആൻറ്റിയുടെ കയ്യിലായിരിക്കണം, ഇന്ദ്രൻ ആൻറ്റി പറയുന്നത് പോലെ ആയിരിക്കണം ചലിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും നടക്കില്ല. പണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് എന്തോ അവൻ നടത്തിയിരുന്നു എന്ന് ഞാൻ പറയുന്നത് എന്തോ അവൻ കേട്ടിരുന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ അവിടോട്ട് രവി കയറി വരികയാണ്. ഇപ്പോൾ എൻ്റെ മകൻ്റെ കല്യാണം സച്ചി സാറുമായി അവിടെ പോയി സംസാരിക്കണം എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞതാണ്. പക്ഷെ അവന് അതിനേക്കൊക്കെ വലുത് ഇപ്പോൾ അവൻ്റെ ഭാര്യയാണ് എന്ന് പറയുമ്പോൾ ഹർഷയുടെ ഉള്ളിൽ നല്ലൊരു പേടി തന്നെ വരികയാണ് കേട്ടോ. ഹർഷയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇതേസമയം ഹർഷയുടെ മനസ്സിലിപ്പോൾ വേറെയാണെന്നുള്ളത് സുശീലയ്ക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഈ സമയം രവി പറയാണ്, അതിനെന്താ എൻ്റെ ആൻറ്റി, നമുക്ക് സച്ചിയോട് ഇപ്പോൾ കാര്യങ്ങൾ സംസാരിക്കണം, അത്രല്ലേ വേണ്ടുള്ളൂ. ഞാൻ ആ ഭാനുമ്മയും കൂട്ടി ഇന്ന് അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ കരുതിയതാണ്, പക്ഷെ അത് എനിക്ക് നടന്നില്ല. കാരണം ഭാനുമ്മയുടെ കാല് പെട്ടെന്ന് പണിമുടക്കി, പിന്നെ എനിക്ക് ആകെ ഒരു കൂട്ടുണ്ടായിരുന്നത് സുധനായിരുന്നു എന്ന് പറയണേട്ടോ. അപ്പോൾ ഈ സമയം ഇത് കേട്ട ഉടൻ തന്നെ സുധൻ്റെ കാര്യം വെളിപ്പെടുത്തിയോട് തന്നെ രവി പറയണേ, അല്ല എന്തിനെ അതിന് കൂട്ടുപിടിച്ചിരുന്നത് സുധനാണല്ലോ, ഇപ്പോൾ എന്താ സുശീലാറ്റി കൂട്ടുപിടിക്കാത്ത? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരുടെ മകളെ കല്യാണം കഴിപ്പിക്കും എന്ന ആ ഒരു ഉദ്ദേശമായിരുന്നു സുധൻ്റെ ഉള്ളിൽ. പക്ഷെ ഞാൻ എൻ്റെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഒരു തുറപ്പിച്ചിട്ടായിരുന്നു സുധൻ എന്നുള്ള സത്യം സുധനെ അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഇനി അവനെ കൂട്ടുപിടിക്കാൻ പറ്റില്ല, എനിക്ക് എന്തിനും ഏതിനും എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളെയാണ് എനിക്ക് കിട്ടേണ്ടത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ രവി പറയണേ, അതിനെന്താ ആൻറ്റി, ഇനിയിപ്പോൾ ആരും വരാനില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ വരാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സുശീലയ്ക്ക് ഒരു പേടി വരികയാണ്. കാരണം ഒരിക്കലും രവി ഹർഷിയെയും ഈ പറയുന്ന സത്യ അംഗീകരിക്കില്ല എന്നൊരു തോന്നൽ സുശീലയുടെ ഉള്ളിൽ വരികയാണ് കേട്ടോ. ഇതേ സമയം നിങ്ങളെ കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷേ സത്യ സാറ് അങ്ങോട്ടേക്ക് നിങ്ങൾ ചെന്നാൽ എന്താവുമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തെങ്കിലും ആൻറ്റി ചെയ്യുക, ആൻറ്റിയുടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് ഇങ്ങനെ രവി പറയുന്നുണ്ട്. സുധനെ ഇറക്കിയത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. സുധനെ ഇന്ന് ഈ സുശീലയുടെ കളിക്കളത്തിൽ കളിക്കാൻ ഇട്ടുകൊടുത്ത ആൾ ഞാനാണെന്ന് അറിയില്ലല്ലോ. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ അറിയാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ രവി എല്ലാം അറിഞ്ഞു തന്നെയാണ് രവി കളിക്കുന്നത്. കാരണം ഹർഷയുടെ ഈ നാടകവും അതുപോലെ ഇന്ദ്രനും സുശീലയും വെച്ച് തന്നെ ഒരു പൊട്ടനെ പോലെ കബളിപ്പിക്കുന്നതെല്ലാം രവിക്ക് അറിയാം. അതൊക്കെ ഇനി വെളിയിൽ വരാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. എന്നാൽ ഈ സമയം മഞ്ചാടി കോളേജിലെത്തണം. അപ്പോൾ അവിടെ അർജുനും അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരും ഒന്നിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോഴേക്കും മഞ്ചാടിയെ ചോദ്യം ചെയ്യാൻ വരണേ, എടി എന്നാലും നീ അർജുനോട് അതുവരെ വരാൻ പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ നാണം കെടുത്തേണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ മഞ്ചാടി പറയണേ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ രഘുവേട്ടനെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മുഖമാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് പഴയതുപോലെ എനിക്ക് എന്തായാലും നിങ്ങളുടെ കൂടെ അടിച്ചു പൊളിക്കാൻ ഈ കോളേജിനുള്ളിൽ കഴിയും, പക്ഷെ പുറത്തോട്ട് കഴിയില്ല. കാരണം ഏത് സമയം എൻ്റെ രഘുവേട്ടൻ്റെ കണ്ണ് എന്നിലുണ്ട് എന്ന് പറയട്ടോ. അയാളിപ്പോൾ എൻ്റെ അച്ഛൻ പോയിരിക്കുന്നല്ലോ, എൻ്റെ അച്ഛൻ്റെ ഡ്യൂട്ടിയും കൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന അർജുൻ പറയണേ, എന്നാലും നീ രഘുവേട്ടൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ആൾ ഇത്രയും പുലിയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി ഞാൻ ആ വഴിക്ക് പോലും വരില്ല, ഇനി എത്ര ബുദ്ധിമുട്ടിയാലും നീ അവരാരെങ്കിലും വിളിച്ചോ, ഞാനൊന്നും ആ വഴിക്ക് വരില്ല എന്ന് പറയണേട്ടോ. അങ്ങനെ അർജുൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മറ്റുള്ള കൂട്ടുകാർക്കും മഞ്ചാടിയോട് ഇടപഴകുന്നതിൽ ഒന്ന് ശ്രദ്ധിച്ച് വേണം എന്നൊരു തോന്നൽ അവർക്കുള്ളിൽ വരാൻ കേട്ടോ. ഇതേ സമയമാണെങ്കിലോ ഇങ്ങനെ ശബരി കന്യാശ്ശേരി മലയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അനുപമ പുറത്തുണ്ട്. അപ്പോൾ അനുപമ ഓടിച്ചെന്നിട്ട് ശബരിയൊക്കെ കയറിയിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല ചേച്ചി ഞാൻ ഇവിടെ നിന്നോളാമെന്ന് പറയണേ. ദയ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ദയയുടെ അടുത്തോട്ട് അനുപമ ഓടി ചെല്ലാണ്. അങ്ങനെ അനുപമ ചെന്നിട്ട് പറയണേ, എടി ദയ ശബരി വന്നിട്ടുണ്ട് എന്ന് പറയണ്ട. അപ്പോൾ ദയക്ക് വലിയൊരു ഇതൊന്നുമില്ല എങ്കിലും കൂടി ദയ ഓടിച്ചെല്ലാണ്. കാരണം ദയയുടെ മനസ്സിലിരിപ്പ് ഇനി എന്നേക്കുമായി തൻ്റെ കൂടെ എന്തായാലും തൻ്റെ അച്ഛൻ നിൽക്കുമെന്ന ആ ഒരു പ്രതീക്ഷയോടുകൂടി, താൻ പറഞ്ഞ എന്തും കേൾക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ശബരിയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലാണ് കേട്ടോ. അങ്ങനെ ശബരി തൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി ഉണ്ണിക്കുട്ടനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ദയ പറയണേ, നിങ്ങൾ എന്തിനാ ഈ വന്നിരിക്കുന്നത്, വാ ദയെ നമുക്ക് പോവാം
പോവാം, നിൻ്റെ അച്ഛൻ എനിക്ക് വിളിച്ചിരുന്നു, നമുക്ക് പോവാമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ദയ പറയണേ, ഞാനൊന്നുമില്ല, എനിക്ക് പഞ്ചരത്നവും ഇഷ്ടമല്ല, നിങ്ങളുടെ വീടും ഇഷ്ടമല്ല, എനിക്ക് ആകെ ഇഷ്ടമുള്ളത് ഈ മനയാണ്, ഈ മനയിലാണെങ്കിൽ ഞാൻ നിൽക്കാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്ന് പറയണ്ടോ. ഇത് കേൾക്കുന്ന ശബരിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ ശബരി എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അച്ഛന്മാർക്ക് കൊടുത്ത വാക്ക് അത് താൻ ചിന്തിക്കണമല്ലോ, അല്ലെങ്കിൽ കരടം നോക്കി ഒന്നങ്ങ് കൊടുത്ത് കൊണ്ടുപോകാനൊക്കെ അറിയാവുന്നതാണ്, പക്ഷേ അത് ചെയ്യാനും തനിക്ക് പറ്റില്ലല്ലോ. ഇതേ സമയം ദയെ, ഞാൻ നല്ലപോലെ പറഞ്ഞു, നിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാൻ വന്നത്, ഈ മനയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടു, അതുകൊണ്ട് നീ എന്തായാലും എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ, ഇല്ല ശബരിയേട്ടാ, ഞാൻ വരില്ല, ആ വീട്ടിലോട്ട് ഞാനില്ല, കണ്ടും കേട്ടും ഓരോന്നും മടുത്തു എനിക്ക്, അതുകൊണ്ട് തന്നെ ഇനി ആ വീട്ടിലോട്ട് ഞാൻ വരില്ല, നിൽക്കുന്നെങ്കിൽ ഈ വീട്ടിൽ ഞാൻ പഞ്ചരത്നത്തിലോട്ടും വരില്ല, നിങ്ങളുടെ വീട്ടിലോട്ടും വരില്ല, നമുക്കിവിടെ സുഖമായി ജീവിക്കാമല്ലോ, ശബരിയേട്ടനുണ്ടെങ്കിൽ എനിക്കൊരു പേടിയില്ല എന്നൊക്കെ ദയ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി അങ്ങ് കയറിപ്പോവാണ് കേട്ടോ. ഇതേ സമയം അനുപമ ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ അനുപമ ശബരിയുടെ അടുത്തോട്ട് വരികയാണ്. അങ്ങനെ ശബരി പറയണം, ചേച്ചി ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്, എത്ര വിളിച്ചാലും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവില്ല എന്ന് പറയുമ്പോൾ എന്താണ് ദയക്ക് പറ്റിയെന്ന് അറിയില്ല ശബരി എന്നിങ്ങനെ അനുപമയും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും രഘുവേട്ടനുമായി ഒന്ന് സംസാരിക്കാം എന്നുള്ള ആ ഒരു തീരുമാനം പിന്നീട് എടുക്കുകയാണ്. എന്നാൽ കോളേജിൽ നിന്ന് വന്ന മഞ്ചാടി ദയയുടെ അടുത്തോട്ട് ഓടി വരികയാണ്. ദയച്ചി, ഇന്ന് ആ രഘുവേട്ടനില്ലേ, അയാൾ കളി തുടങ്ങിയിരിക്കുന്നു, അമ്പിളി ചേച്ചിയെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഇപ്പം അമ്പിളി ചേച്ചിയുടെ അതേ ഡ്യൂട്ടിയാണ് അയാൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ ആ അർജുൻ്റെ കൂടെ ബൈക്കിൽ പോകുമ്പോൾ എന്നെ അവിടെ പിടിച്ചു വെച്ച് എൻ്റെ ഫ്രണ്ട്സുകളെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ദയയുടെ ഉള്ളിൽ ഒരു പേടി വരികയാണ്. ഇന്ന് രാവിലെ തൻ്റെ കയ്യിൽ പണമെറിഞ്ഞ് തന്ന ആ ഒരു സ്ഥിതിയും ദയക്ക് ഓർമ്മയിൽ വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ രഘുവേട്ടൻ ആളാകെ മാറിയിട്ടുണ്ട്, അച്ഛൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും രഘുവേട്ടനാണ് ഏറ്റെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഇനിയിപ്പോൾ പഞ്ചരത്നത്തിലെ സ്വാതന്ത്ര്യം പോലും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതെന്താ നീ അങ്ങനെ പറയുന്നത്, അയാൾ മാത്രം വിചാരിച്ചാൽ മതിയോ, രഘുവേട്ടനും അമ്പിളിച്ചേച്ചിയൊക്കെ അങ്ങനെ ആയിരിക്കാം, പക്ഷേ ഇവിടെ നമ്മുടെ കാര്യം നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്, മറ്റുള്ളവരല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ഇനി അങ്ങനെ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേത് അച്ഛനോട് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നമുക്കൊപ്പം നിന്നിരുന്നു, ഇന്നിപ്പോൾ അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ ദാസങ്ങളും രഘുവേട്ടനും ശരിക്കും നമ്മളെ പൂട്ടുമോ എന്നൊരു പേടി എന്നിലുണ്ട് എന്ന് പറയുമ്പോൾ, അതൊക്കെ നിൻ്റെ തോന്നലാണ് എന്ന് പറഞ്ഞിട്ട് ദയ വീണ്ടും രഘുവിനോട് കൈ കോർക്കാൻ നിൽക്കുമ്പോൾ ഇനി ദയ രഘുവിൽ നിന്ന് കണക്കിന് കിട്ടാൻ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മാഷിനെ കൊണ്ട് കഴിയാത്ത ആ ഒരു ഇത് രഘുവിനെ കൊണ്ടും ദാസിനെ കൊണ്ടും കഴിയാണ്. 5 മക്കളെ നിലക്ക് നിർത്തി മാഷിൻ്റെ മുന്നിലോട്ട് രഘു എത്തിച്ചു കൊടുക്കൂട്ടോ. മാഷ് ആഗ്രഹിച്ചതുപോലെയുള്ള താൻ അനുസരിക്കാത്ത തൻ്റെ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ള ആ ലക്ഷ്യം രഘു നിറവേറ്റി കൊടുക്കും. രഘുവും ദാസും ഈ പറയുന്ന ഇന്ദ്രനും ഒപ്പം നിൽക്കും. എന്നാൽ ഈ സമയം സുശീലയുടെ വാക്കുകൾ ഇനി തള്ളിക്കളഞ്ഞും കൊണ്ട് തന്നെ അനുപമയെ കൂട്ടിക്കൊണ്ടുവരികയും പിന്നീട് അവരുമായി ഒരു നല്ലൊരു ജീവിതം തുടങ്ങുന്നതിനിടയിൽ ഹർഷയ്ക്ക് കണ്ടുകടിക്കുന്നത് കൊണ്ട് തന്നെ ഹർഷയുടെ വയറ്റിൽ ഇന്ദ്രൻ്റെ കുഞ്ഞാണെന്ന് അറിയുമ്പോൾ അനുപമ എന്തെന്നേക്കുമായി അവിടുന്ന് ഒരു ഇറക്കമുണ്ട് കേട്ടോ.